ഇന്ന് നമുക്കൊരു സിമ്പിളായിട്ടുള്ളൊരു ഹെയർ ക്ലിപ്പ് കണ്ടാലോ. അതിനാവശ്യമായിട്ടൊരു സാറ്റിൻ്റെ ക്ലോത്തും 2 ബോട്ടിലിൻ്റെ അടപ്പും ഒരു കാർഡ്ബോർഡ് ഷീറ്റും മാത്രം മതി. നമുക്ക് കാണാം. കട്ടിയുള്ളൊരു കാർഡ്ബോർഡിന് 2 റൗണ്ടായിട്ട് ഒരേ സൈസുള്ള 2 റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ സാറ്റിൻ്റെ ക്ലോത്തും ഉണ്ട്, അത് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. റൗണ്ട് ഷേപ്പിൽ കവർ ചെയ്തെടുത്ത് അത് നന്നായിട്ടൊന്ന് സെക്യൂർ ചെയ്തെടുക്കുക. നൂല് നല്ല ടൈറ്റായിട്ടൊന്ന് 2-3 ചുറ്റൊക്കെ കൊടുത്തൊരു ലാസ്റ്റ് ഒരു ലോക്കൊക്കെ ഇട്ട് എടുക്കുക. അതേപോലെ തന്നെ മറ്റേ കാർഡ്ബോർഡ് റൗണ്ടും നമ്മുടെ സാറ്റിൻ്റെ ക്ലോത്തും കൊണ്ട് കവർ ചെയ്തെടുക്കുക. അങ്ങനെ 2 ക്ലോത്തും കവർ ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് നമ്മുടെ ബോട്ടിലിൻ്റെ ക്യാപ്പെടുത്ത് സാറ്റിൻ്റെ ക്ലോത്ത് എടുത്ത് നല്ലപോലെ അതൊന്ന് കവർ ചെയ്ത് നൂല് കൊണ്ട് നല്ലപോലെ ഒന്ന് സെക്യൂർ ചെയ്ത് വയ്ക്കുക. 2 ക്യാപ്പും നന്നായിട്ട് സെക്യൂർ ചെയ്ത് വയ്ക്കണം. നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ആ നൂല് അഴിഞ്ഞ് പോകാൻ പാടില്ല. അതിനായിട്ടുള്ള സ്പേസ് വിട്ടിട്ട് വേണം ബാക്കിയുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാൻ. അങ്ങനെ ക്യാപ്പും കാർഡ്ബോർഡ് ഷീറ്റും നമ്മൾ നല്ലപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇത് രണ്ടും കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ B7000 ഗമ്മാണ് എടുത്തത്. ആ B7000 ഗമ്മാകുമ്പോൾ പെട്ടെന്നൊന്ന് കവേർഡായി കിട്ടും. നിങ്ങൾക്ക് ഏത് ഗമ്മ് വേണമെങ്കിലും ഉപയോഗിക്കാം. അങ്ങനെ നിങ്ങൾ ആ ക്യാപ്പിൻ്റെ തുണി, അതായത് കട്ട് ചെയ്തെടുത്ത തുണി ക്യാപ്പിനകത്തോട്ടാക്കിയിട്ട് നമ്മുടെ ഗമ്മ് നന്നായിട്ടൊന്ന് ആ റൗണ്ടിൽ മൊത്തം നല്ലപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് വെച്ചിട്ട് രണ്ടും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അതൊന്ന് ജോയിൻ ചെയ്തതിന് ശേഷം ഒരു വെയിറ്റുള്ള എന്തെങ്കിലും ഒരു സാധനം എടുത്ത് ഇതിൻ്റെ പുറത്ത് വെച്ച് കൊടുത്താൽ മതി. അത് അവിടെ സെക്യൂറായിട്ട് ഇരുന്നോളും. അതുപോലെ തന്നെ രണ്ടും നമുക്ക് നന്നായിട്ട് ഗമ്മൊക്കെ അപ്ലൈ ചെയ്ത് രണ്ടും സെക്യൂർ ചെയ്ത് എടുക്കുക. നിങ്ങളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ക്യാപ്പ് എടുക്കുമ്പോൾ രണ്ടും ഒരേ സെയിം അളവായിട്ടുള്ള ക്യാപ്പ് എടുക്കണം. അതുപോലെ തന്നെ ആ കാർഡ്ബോർഡ് ഷീറ്റ് കട്ട് ചെയ്തെടുക്കുമ്പോഴും രണ്ടും സെയിം അളവിൽ തന്നെ എടുക്കണം. എങ്കിലേ നമുക്ക് ഫൈനൽ ലുക്ക് സെറ്റായിട്ട് കിട്ടും. അതായത് 2 ക്ലിപ്പും ഒരേ സൈസിൽ ഇരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ രണ്ടും ഒന്ന് ചെറുതും ഒന്ന് വലുതുമായിപ്പോവും. അപ്പോൾ ആദ്യം നിങ്ങൾ ഇതൊക്കെ വേണമെന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞ് ഏത് സ്റ്റോണോ എന്ത് വേണമെന്ന് വെച്ച് നിങ്ങൾക്ക് ഇത് ഡെക്കോർ ചെയ്തെടുക്കാം. ഞാനിവിടെ സ്റ്റോൺ വെച്ചാണ് ഇത് ഡെക്കോർ ചെയ്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം അലിഗേറ്റർ ക്ലിപ്പ് വെച്ച് ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഗം അപ്ലൈ ചെയ്ത് നല്ലപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് ഗം അപ്ലൈ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് വെച്ചിരുന്നാൽ മതി. അതൊന്ന് നല്ലപോലെ ഉണങ്ങി കിട്ടുമ്പോൾ സെറ്റ് ആയിക്കോളും. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഔട്ട്പുട്ട് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. ടാറ്റാ.